വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പം നോൺ സ്റ്റോപ്പ് തമാശകളുമായിട്ട് നമ്മളിത് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ 2 പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ട്, എന്താണെന്നുള്ള പറയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രുചേട്ടൻ ആൻഡ് ജാഫറിക്ക. ഹായ്. എനിക്ക് തോന്നി ട്രാഫിക്കാന്ന് ചോദിക്കുന്നു, പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ട ട്രാഫിക്കാന്ന് തോന്നുമെങ്കിലും ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു ഇൻറ്റു മാർക്കും ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ട്രാഫിക് എന്നുള്ളത് ഇക്ക പറഞ്ഞു. ഇനി നാദിക്കും പക്രുചേട്ടനും ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നത്? തെറ്റും ശരിയും. പക്രുചേട്ടാ, തെറ്റും ശരി. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു തെറ്റും ശരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ്. മോർ ലൈക്ക് ഒരു പോസിറ്റീവ് സൈഡ് ആൻഡ് എ നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തോന്നുന്ന ഒരു പോസിറ്റീവ് സൈഡ് പറയാം. ശരി. അതേപോലെ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാം. അപ്പം ഞാനൊന്നും പറയത്തില്ല, ഞാൻ ഇത് കാണിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, ഇത് കാണിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഓരോരുത്തരും. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇക്കുള്ള ആദ്യത്തെ ഒബ്ജക്റ്റ് ഏതാന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ആൻഡ് യുവർ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റ് വന്നിരിക്കുകയാണ് ബഡ്സ്. അറിയാലോ, ബഡ്സിന്റെ പോസിറ്റീവ് പറയണം, നെഗറ്റീവ് പറയണം. ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് പോസിറ്റീവിൽ തുടങ്ങാം. ബഡ്സ് സാധാരണഗതിയിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചെവിയിൽ വെള്ളം പോയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് യൂസ് ചെയ്യാനാണ് മിക്കവാറും ഞാൻ ബഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ കർണപടം പൊട്ടിപ്പോവും, പിന്നെ ചെവി കേൾക്കാതെയാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കുട്ടികൾ ഉള്ള സ്ഥലത്ത് പോസിറ്റീവ് പിന്നെ ഇത് വെച്ചിട്ട് പലപ്പോഴും ഇത് നമ്മൾ ചെവി മാത്രമല്ല, ഈ ഇപ്പൊ എനിക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ മക്കള് അവര് തന്നെ ഈ കണ്ണ് ഇങ്ങനെ കൺമഷി എഴുതുന്ന പടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കളയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ കാണാറുണ്ട്. പിന്നെ ഇത് തന്നെ അതിങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ പറയാറുണ്ട്, മോളെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് കണ്ണിൽ കുത്തിക്കൊള്ളും, പിന്നെ അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് കൊണ്ടി വരും. അപ്പൊ അതിന്റെ പേരിൽ അതിനെ സൂക്ഷിക്കാൻ പറയാറുണ്ട്. സൂപ്പർ, നല്ലൊരു കയ്യടി, അടിപൊളിയായിരുന്നു. അടുത്തതായിട്ട് ജാഫ്രിക്കുള്ള ഒബ്ജക്റ്റ് ആണ്, ഏതാന്നുള്ളത് നോക്കാം. അഥവാ ഓണിയൻ. അപ്പൊ ഓണിയനില് നമുക്ക് ആദ്യം പോസിറ്റീവ്. എന്റെ പൊന്നെ, ഈ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ വെജിറ്റബിൾസില് ഇങ്ങനെ കിട്ടുന്നതിൽ കോമൺ ആയിട്ട് എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം, രുചി കൂട്ടുന്ന സാധനം ഈ ഉള്ളിയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അരിയുമ്പോൾ ഭയങ്കര പ്രശ്നം. ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേ നമ്മൾ പരിചയമില്ലാത്ത ഇച്ചിരി അകത്തേക്ക് വെച്ചിട്ട് കണ്ണിൽ നിറൊഴുകി വല്ലാത്ത ദുരിതമായി. പിന്നെ ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കറിയിൽ ചേർത്ത് കഴിയുമ്പോൾ താളിക്കല്ലേ, കറിയൊക്കെ താളിക്കില്ലേ, അപ്പൊ അങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് കടുകും പൊട്ടിച്ചിട്ട് താളിച്ച ചുമന്ന് വരുമ്പോൾ കറി ഒഴിച്ചിട്ട് കൂട്ടുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിന് ഒറ്റ പ്രശ്നം, ഇതിന്റെ തൊലികളില്ലേ, ഇത് ഉരിച്ചുള്ള തൊലി മര്യാദയ്ക്ക് കൂട്ടിപ്പറക്കി വെച്ചില്ലെങ്കിൽ മൊത്തം പറന്ന് എല്ലാം മെനകളായി ഇതുപോലെ ഒരു സാധനം കണ്ടിട്ടില്ല. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് മുകളിലത്തെ തൊലിയെ കൂടി പൊളിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഊണിന് കൂടുതൽ ചുമ്മാ ഇട്ടിട്ട് അരി അരിഞ്ഞങ്ങ് തിന്നണം. പിന്നെ ആ പൊരിച്ച മീനും അത് ഉള്ളിയൊക്കെ ആയിട്ട് നല്ല രസമല്ലേ ഇത് ഇടിച്ചു കൂട്ടി. മീനിന്റെ കാര്യം പറയുമ്പോൾ ഇതിന് പോസിറ്റീവ് മാത്രം മതി. പാവം മീനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് തന്നെ അതിന്റെ നല്ലതും പറഞ്ഞു, അതേ സംഭവം വെച്ചാൽ അതിന്റെ നെഗറ്റീവും പറഞ്ഞു. പൊളിച്ചു വെക്കാം. ഓക്കെ ചേട്ടാ, പോസിറ്റീവും നെഗറ്റീവും പറയാൻ റെഡിയാണോ? റെഡി. സോ യുവർ ഒബ്ജക്റ്റ് ഈസ് ഹിയർ. ഇത് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡിന്റെ പോസിറ്റീവ് നമ്മൾ എന്ത് സാധനമാണെങ്കിലും റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ടൈ ചെയ്താണ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന എളുപ്പം. കാരണം എല്ലാത്തിന്റെ മൂടി അടയ്ക്കാൻ എളുപ്പമുള്ള കുസൃതി പിള്ളേര് റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു വിടും, കണ്ണിക്കൊള്ളും. നമുക്ക് വെച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഏക വ്യക്തി. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ വായിലിടുന്നത് കെമിക്കലൊക്കെ ഉള്ള സാധനമാണ്. നമ്മളിത് വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമായിരിക്കും. ചില കുട്ടികളുടെയൊക്കെ തൊണ്ടയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ റബ്ബർ ബാൻഡ് കാരണം വന്നിട്ടുണ്ട്. റബ്ബർ കത്തിക്കരുത്, കത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്, അത് പ്രകൃതിക്ക് ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് കുട്ടികൾ ആരും റബ്ബർ ബാൻഡ് കത്തിക്കരുത്. ചിന്തിച്ച് എവിടെ വരെ പോയി. നമുക്കൊന്ന് സ്പീഡില് ഒരു റാപ്പിഡ് ഫയർ പോലെ ഒരു റൗണ്ട് കൂടെ വേഗം പോകാം. എന്നാ ഇത്രയും സ്പിരിറ്റിൽ നിൽക്കുന്ന ജാഫ്രിക്കയിൽ തന്നെ പിക്ചർ. ഇത് എന്താ സംഭവം നോക്കട്ടെ. പഴത്തൊലി
അപ്പൊ തൊലിയുടെ നല്ല കാര്യം ചീത്ത കാര്യമാണ് പറയേണ്ടത്. നല്ല കാര്യം. നല്ല കാര്യം. ഈ പഴത്തൊലി നമ്മൾ ചുമ്മാ പഴം പൊളിച്ച് ഇങ്ങനെ വലിച്ചെറിയും ഇല്ലേ? ഈ വലിച്ചെറിയോ അല്ല ചെയ്യേണ്ടത്. ഈ തൊലിയുടെ അകത്ത് ഒരു പോർഷൻ ഉണ്ട് അകത്ത്. അതിങ്ങനെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വൈറ്റമിൻ ഈ പഴത്തിന്റെ. കഴിക്കാൻ പറ്റുന്ന അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പ്രായമുള്ളൊരു കഴിക്കും. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരു ഇതാണ് പൊളിച്ചതേ കിട്ടുന്നത്. ചില ഈ റോബസ്റ്റ പോലെയുള്ള നല്ല പഴങ്ങൾ പൊളിച്ച് കഴിയുമ്പോൾ അത് തന്നെ തിന്നാൻ തന്നെ നമുക്ക് തോന്നും. അത് നല്ല രസമാണ്. പിന്നെ ഈ സാധനം ചുമ്മാ അലസമായിട്ട് വലിച്ചെറിഞ്ഞാൽ നട്ടലിലൊടിഞ്ഞിട്ട് കാല് എളി കുത്തി വീഴുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒറ്റ ചേരുന്ന എളി ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സാധനം അത്. പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലയിടത്തുമൊക്കെ സൂക്ഷിച്ച് കൊണ്ടൊക്കെ കുഴിച്ച് വല്ലൊരു കളഞ്ഞില്ലെങ്കിൽ ചീഞ്ഞ് മണത്ത് വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈച്ച കൂവീച്ച എന്ന് പറയുന്ന ചെറിയ ഈച്ച. കൂവീച്ച എന്നാ എന്റെ പേര്. ആ ഈച്ച വന്നിരുന്ന് ഇങ്ങനെ ഭുമ്മെന്ന് പൊങ്ങും. പക്ഷെ ശല്യമുള്ള ഈച്ച ഒന്നും അല്ല. അങ്ങനെ കുറെ സാധനങ്ങൾ പോസിറ്റീവ് കൂടെ ഒരെണ്ണം പറയട്ടെ. പിന്നെ ഇത് ആട് കന്നുകാലിയൊക്കെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല തീറ്റായിരിക്കും ആടൊക്കെ രസകരമായിട്ട് തിന്നും. അങ്ങനെ നമ്മള് നോക്കാൻ പോവാണ് അടുത്ത ഏതാന്നുള്ളത്. പക്രുചേട്ടനുള്ളത് മൊബൈൽ ഫോൺ. അയ്യോ ഇപ്പൊ മൊബൈൽ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിനകത്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ കീ ഇപ്പൊ നമ്മുടെ ഈ മൊബൈലാണ്. മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആര് വിളിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റും, ക്യാമറ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വലിച്ചെറിയാൻ പറ്റും, റീൽസ് ഇട്ട് പൊളിക്കാൻ പറ്റും. റേഡിയേഷൻ പ്രധാനപ്പെട്ട സംഭവമാണ്. എവിടെ വെച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും കൂടുതൽ ഫോൺ അടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന റേഡിയേഷൻ വിഷയം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള, കാരണം സൗകര്യമായിട്ട് വേറൊരു കാര്യമില്ല. കാരണം മൊബൈൽ വന്നോണ്ട് മഹാപ്പൊളി സാധനമാണ് ഇത്. സീരിയസ്ലി പറഞ്ഞ, കാരണം കാശ് പോകുന്ന വഴി അറിയില്ല. എന്തുമാ ഇപ്പൊ 1 ലക്ഷം രൂപ തൊട്ടിട്ട് 1 ലക്ഷം രൂപയുടെ അങ്ങനെ വെച്ചാൽ അതിന്റെ ഗമയുണ്ട്, വെയിറ്റ് ഉള്ളൊരു സാധനം അതാണ്. പിന്നെ വേറൊരു കാര്യം, എന്നെ പോലെയുള്ളവർ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൊബൈലാണ് നല്ലത്. ചെറിയ മറ്റേതെന്ന് പറയും, പക്ഷെ വലിയ മൊബൈലാണ് എല്ലാം ഉള്ളത്. ഫോട്ടോയും എല്ലാം നമുക്ക് വലുതായിട്ട് കാണും. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി നമുക്ക് ഇക്ക റെഡി. ഓക്കെ, സോ ഇക്കയ്ക്കുള്ള നമുക്ക് പിക്ചർ ഏതാന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സീ. സിമ്പിൾ ആയിട്ടുള്ള ചട്ടകം. ഇന്നാണ് ചട്ടകത്തിന്റെ പോസിറ്റീവ്. ചട്ടകം എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊള്ളാതിരിക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാനും തിരിച്ചിടാനും മറിച്ചിടാനും എല്ലാം സുഖമായിട്ട് ചട്ടകം ഉപയോഗിക്കേണ്ടി വരും. പിന്നെ മറിച്ചിടാൻ മാത്രമല്ല, ഇത് എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തേക്കുന്നവനിട്ട് തലക്കിട്ടൊന്ന് അടിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ചട്ടകം പിന്നെ ചട്ടകം പഴിപ്പിച്ചു വെക്കാന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിനൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ഇതിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇനി ഈ സാധനം ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ചട്ടകം മേടിച്ച് എന്തായാലും നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇക്ക എന്നോട് പറഞ്ഞു, ഇനി ഇത് പൊക്കെ തത്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചട്ടകം കൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്കത് നിർത്താം. എല്ലാം പോസിറ്റീവായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാലോ? ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. നമ്മൾ ഇത്രയൊക്കെ സ്ഥലത്ത് പെയിന്റ് അടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഈ മൃഗശാലയിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ? അതെ, മാനൊക്കെ അവിടെ നിക്കട്ടെ. നമ്മൾ പെയിന്റ് പണിക്ക് വന്നതല്ലേ, നമുക്ക് അത് ചെയ്താ പോരെ? അതെ, നീ വന്നേ, അവിടെ ചെത്തിങ് വന്നേ. എന്നാ നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ഇവിടെ നിന്ന് പണി ചെയ്തോണം. നിങ്ങൾ പണിയുണ്ടോ നോക്കാനാണ് എന്നോട് കൺട്രാക്ട് പറഞ്ഞേക്കുന്നത്. ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞേക്കണം. നിങ്ങൾ രണ്ടും പണിയുണ്ടോ ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടോ നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചേക്കണം. ഇത് എന്നെ കൺട്രാക്ട് എന്റെ അടുത്തും പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പണി ചെയ്യണോ നോക്കി നിൽക്കാൻ. പുള്ളി വരട്ടെ, നമുക്ക് അതുവരെ പരസ്പരം നോക്കി നിൽക്കാം. പുള്ളി തീരുമാനിക്കട്ടെ. അല്ലല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലും പേര് ആ കൂട്ടിലോട്ട് നോക്കി നിൽക്കുന്നത് മൃഗങ്ങളെ കാണാമല്ലോ. നിങ്ങൾക്ക് ഇവിടെ റൂമൊന്നും ഇല്ലല്ലോ? റൂമൊന്നുമില്ല. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചന്ദ്രൻ ചേട്ടനോട് റൂം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റൂമാ നമ്പർ 17, റൂം നമ്പർ. എടാ ശരിയാണല്ലോടാ, അവന് റൂം. ഒരു കാര്യം ചേട്ടാ, നിങ്ങൾ വർക്ക് തുടങ്ങിക്കോ, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. ലേശം ആ സംഭവത്തോട് അറിയോ, നല്ലോണം പണിയണ പോലെ കണ്ടത്.
ആരെവിടെ? ഒന്നുമില്ല, ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്റെ റൂമിലേക്ക് ചെന്നപ്പോ അവിടെ എന്തോ കിടന്ന് പിടയ്ക്കുന്നു. മൃഗശാല റൂമോ? ഇല്ലേ? എവിടെ റൂം? മൃഗശാല ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ വരുമ്പോ റൂം ഉണ്ടെന്ന്. ഏത് റൂം? ഏത് റൂമെന്നാ ഈ റൂം നമ്പർ 17. ഭഗവാനെ, ഇത് ആരാ തിരിച്ചു വെച്ചത്? എന്റെ ഈശ്വരാ, ലയൺ സിംഹത്തിന്റെ കൂടാ നിക്കർമാരും ബാക്കി വെച്ചേക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അല്ല നിങ്ങൾ ആരാ? അല്ല, ഞങ്ങൾ ഇവിടെ ഈ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ട് മറ്റേ മൃഗശാലയ്ക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി. അത് പറ. അപ്പോഴേ സമയം താമസിക്കരുത്, പടാന്ന് സംഭവം നിന്നോണം കേട്ടോ. ഓക്കെ. ഇതൊക്കെ മൊത്തം ചുറ്റി കറങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, പ്രവേശന ഫീസ് കൂടുതലാ, 200 രൂപയെന്ന്. അത് മോശമാണ് കേട്ടോ. ഒരു മൃഗശാലയിൽ 200 രൂപയൊക്കെ എൻട്രി ഫീസ് മേടിക്കാന്ന് പറഞ്ഞാൽ മോശമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ കോത്താട്ട് കാണുമ്പോഴാ 200 അല്ല, സൂ. ഷോക്സ് എവിടെ? ഷോക്സോ? ഷൂ ഉണ്ടെങ്കിൽ ഷോക്സ് വേണ്ട. തലമണ്ടി അറിഞ്ഞാൽ പൊട്ടിക്കും. ഷോക്സ് അല്ല, ഷൂ എന്ന് പറഞ്ഞാൽ മൃഗശാല. പിന്നെ ആരുടെ പെയിന്റ് അടിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്? സാറേ, ഇതുണ്ടോ ആ കൂട്ടി കിടക്കുന്ന മൃഗം ഏതാ? ഏത്? ഇതുകൊണ്ടോ അത്? എടാ, അത് ഹിപ്പപ്പൊട്ടാമസ്. അതാണോ ഹിപ്പപ്പൊട്ടാമസ്? ഓ, അതെന്നെ പരിപാടിയാണോ? നമ്മുടെ കൂട്ടത്തിൽ പണിയാണ് ഒരാളെ തല്ലണത്. അവനല്ലേ 2 വർഷം മുമ്പ് ഹിപ്പപ്പൊട്ടാമസിനെ വിളിച്ചേ. അതിനിപ്പോഴാണ് തല്ലണത്. ഞാൻ ഇപ്പോഴാ വൃത്തികെട്ട ജീവിയെ കാണുന്നത്. നീ അവനെ തല്ലണ്ട കാര്യമില്ലായിരുന്നു. പണി നടക്കുന്നുണ്ടോ? അല്ല, പണി നടക്കുന്നുണ്ടോ? അല്ല, മനസ്സിലായില്ല. ഞാനാണ് ഇതിന്റെ കോൺട്രാക്ടർ. താഴത്ത് ചന്ദ്രൻ. എവിടെ? വീട്ടുപേരാ. ഞാൻ മേളത്ത് മോഹനൻ. എവിടെ? അതും വീട്ടുപേരാ. അല്ല ചന്ദ്രന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ചന്ദ്രന്റെ കൂടെ ഉൽക്കയുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രമുണ്ട്, പിന്നെ ശനിയുണ്ട്. ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഉപഗ്രഹം എന്നല്ലേ? എടാ, നീയൊക്കെ എനിക്ക് ഉപദ്രവമാണ്, അതുകൊണ്ടല്ലേ. കുതിര എടുത്തിട്ടില്ല. കുതിര എന്നെ എടുക്കാൻ അവനുണ്ടാക്കി വെച്ചിട്ടുണ്ടോ എടുക്കാനായിട്ട്? അതെ, ഇവർക്കേ പെയിന്റ് അടിക്കാനായിട്ടൊരു കുതിര കിട്ടുമോ? കുതിര? നിങ്ങളാണല്ലോ കൊച്ചി രാജാവിന്റെ തെരുമക്കളോ കുതിരപ്പുറത്ത് കയറി പെയിന്റ് അടിക്കാനായിട്ട്? കുതിര പോയിട്ടൊരു മലയണ്ണാനെ പോലെ ഇവിടെ തരുമെന്ന് വിചാരിക്കണ്ട. ഒരൊറ്റ മൃഗങ്ങളെ തൊട്ട് പോകരുത്. പറഞ്ഞേ, ആ കുതിര അല്ലെന്ന്. പിന്നെ നമ്മൾ പെയിന്റ് അടിക്കുന്ന പലകയൊക്കെ എടുത്തൊരു കുതിര. ഓ, ആ കിടതാപ്പ്. അതൊക്കെ ശരിയാക്കാം. എടുത്തിട്ടുണ്ടല്ലോ. അമ്മയോട് ഞാൻ പറഞ്ഞാൽ എടുത്തു വെച്ചേക്കണമെന്ന്. അപ്പൊ ഈ സ്റ്റേ പണിയാണെന്ന് കരുതിയിട്ടേ പല്ല് കേൾക്കണ ബ്രഷ് എടുത്തു വെച്ച ബ്രഷ്. ദൈവമേ, ഈ ബ്രഷ് വെച്ച് നീയൊക്കെ എന്നടിച്ച് തീരാനാണോ? വൈകിട്ട് MLA എനിക്ക് ചെക്ക് തരേണ്ടതാണോ? വൈകുന്നേരത്തേക്ക് പണി തീർത്താ പോരെ? നീ എവിടുന്ന് ബ്രഷ് ഉണ്ടാക്കും? ഞാൻ പണി ചെയ്തോളാം. എങ്ങനെ? ഒരു 5 മിനിറ്റ് സഹകരിക്കണേ. അവനെന്തിനാ? ബ്രഷ് ഉണ്ടല്ലോ, ഇവന്റെ കാലെ പിടിച്ച് വലിച്ചിട്ട് ആ ബക്കറ്റ് മുക്കി 2 അടി അടിച്ചാ പോരെ. വൈകുന്നേരത്തിന് പണി തീർന്നാൽ മതി. വൈകുന്നേരത്തിൽ പണി തീർത്തില്ല. ബ്ലേഡ് എടുത്തിട്ടുണ്ടല്ലോ. അത് ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ അടച്ചു തീർക്കുന്ന എനിക്ക് അറിയത്തില്ല. പലിശയ്ക്ക് പൈസ എടുക്കുന്നത്. ആ ബ്ലേഡ് അല്ല, പണിക്കുള്ള ബ്ലേഡ് എടുത്തിട്ടുണ്ടോ? കുട്ടികളുടെ അത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. മനു, എല്ലാ കാര്യങ്ങളും റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണെന്ന് പറഞ്ഞല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ മാന്റെ അവിടെ പോയിട്ട് പുള്ളിയുള്ള പെയിന്റ് അടിക്കേ. നീ അവിടെ പോയിട്ട് ആ സിംഹത്തിന്റെ കൂടി പോയി പെയിന്റ് അടിക്കുക. ഞാൻ ഇതിവിടെ അടിച്ചോണ്ടിരിക്കല്ലേ. ഓക്കെ, നീ പേപ്പറും പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. വൈകുന്നേരത്തിന് പണി തീർത്താൽ മതി. ഇതിനെ കാണിക്കുന്നത് പേപ്പർ പിടിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞു. ഈ പേപ്പർ പിടിച്ചോണ്ട് നിൽക്കാനല്ല പറഞ്ഞ, സാൻഡ് പേപ്പർ പിടിച്ചോണ്ടിരിക്കാൻ. വൈകുന്നേരത്തിന് മുമ്പ് വരെ പണി തീർത്തോണം കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ടെങ്കിലും ഒരു മൃഗം മാത്രമാണ് പാവം. ഒട്ടകം. ഇതുകൊണ്ട് കിടന്ന് ഉറങ്ങണം. അത് ഒട്ടകല്ലടാ, അത് കെട്ടറ മണിക്ക് മണ്ണിറക്കി വെച്ചേക്കണ ടിപ്പറിന്. നിനക്ക് അടുത്ത പണി കിട്ടിയാലേ? അടുത്ത പണി കിട്ടി. എന്തുപറ്റിയാ? അവള് പറഞ്ഞു ഇവിടെ മൃഗശാലയല്ല, തവള കാണും, പെരുമ്പാമ്പൊക്കെ കാണും. നീ അതൊക്കെ നോക്കണ എന്തിനാ? തവളയല്ലെന്ന് സന്ധ്യ പറഞ്ഞു. നേരം സന്ധ്യക്കുമ്പോ പണി തീർക്കണം, അതാണ് മുതലാളി പറഞ്ഞേക്കണം. അല്ല പിന്നെ നീ കുറച്ചാൾ പ്രേമിച്ചോടല്ലേ സന്ധ്യ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇന്ന തേച്ചിട്ട് പോയത്. അവളും ഭർത്താവും തോണ്ട വരുന്നു. പണി പാളും. അതെ, ഞാനിവിടെ 9 വർഷം പ്രേമിച്ചാണല്ലോ. അപ്പൊ ഞാനിവിടെ പ്രേമിച്ച സമയത്ത് പറഞ്ഞിരിക്കണം ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോയത്. അല്ല, അത് അങ്ങനെ അന്ന് ലൈനിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാനിവിടെ പെയിന്റിങ് പണിക്കൊക്കെ നിൽക്കുമ്പോ ചമ്മലല്ലോ, ഞാൻ ചമ്മൂലോ. ചെലവ് നടത്തണമെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു. ചെലവ് നടത്താൻ മാറിപ്പോയി എനിക്ക് കേസാണത്. എന്തായാലും കണ്ടറാക്ക് കൂടെ ഇല്ല. നീ കണ്ടറാക്കാറ്റങ്ങ് അഭിനയിക്ക്. അതെ, ഞാനോ? നമ്മൾ നിന്റെ ശിഷ്യന്മാരായിട്ടങ്ങ് നിന്നോളാം. ഇടയ്ക്കിടയ്ക്ക് നീ ഇംഗ്ലീഷ് പറയൂ, നമ്മൾ കുറച്ച് yes or no ഒക്കെ ചേർന്ന് ഫില്ല് ചെയ്തോളാം. അപ്പൊ ചന്ദ്രൻ വന്നാൽ പ്രശ്നം ഉണ്ടാവില്ലേ? പുള്ളി ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു നിൽക്കാം. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ. സാധനം മേടിച്ചു തരണം. സാധനം മേടിച്ചു തരണം. തത്തല്ല, ഞാൻ മുത്തേ എന്ന് വിളിച്ചതല്ലേ. ഓ,
എന്ത് മോളെ? അയ്യോ തല കറങ്ങുന്ന പോലെ. അയ്യോ മോളെ വെയിൽ കൊള്ളല്ലെന്ന് പറഞ്ഞ് എന്ത് വേണം മോക്ക്? എന്ത് വേണം? അയ്യോ തല കറങ്ങുന്നേട്ടാ. തല കറങ്ങുന്ന എന്റെ തത്ത കുഞ്ഞിന്? ചത്ത കുഞ്ഞിനോ? തത്ത കുഞ്ഞല്ല, ഞാൻ മോളൂസിനെ തത്ത കുഞ്ഞേന്ന് വിളിച്ചല്ലേ. എനിക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വേണം. ആ അവിടെ ഒരു കടയുണ്ട്, ഞാൻ പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. അയ്യോ ആ കട വേണ്ട, വൃത്തിയില്ല. അത് മുകളിലൊരു കടയില്ലേ? മുകളില് അത് ഉയരം കൂടുന്തോറും സ്വാദ് കൂടുന്നല്ലേ. എന്റെ മോളസിന് എല്ലാം അറിയാം. അറിയാം. ചേട്ടൻ പെട്ടെന്ന് മേടിച്ചിട്ട് വരാമേ. ഒറ്റയ്ക്കാണ് പേടിക്കണ്ട കേട്ടോ. എന്നെ കണ്ടപ്പോ ഒരു പുച്ഛം. ഞാനല്ലല്ലോ പുച്ഛം, ഭർത്താവല്ലേ പുച്ഛം. അതെനിക്കറിയാം. 9 വർഷം ഞാൻ നിന്നെ പ്രേമിച്ചല്ലേ, എന്നിട്ട് നീ എന്നെ ചതിച്ചിട്ട് എന്നെ തേച്ചിട്ട് നീ വേറൊരുത്തന്റെ കൂടെ പോയല്ലോ, അത് മോശമായി പോയി. അത് ചേട്ടനില്ലാത്ത ഒന്ന് പുള്ളിക്കുണ്ടാതാ. എനിക്കില്ലാത്ത എന്താണ് ഈ പുള്ളിക്കുള്ളത്? മണി ഞാൻ ചേട്ടാ, പോരാത്തതിന് ഒടുക്കത്തെ ബുദ്ധിയും. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ, നമുക്ക് അടുത്ത ജന്മം ഒന്നാവാ. അപ്പം വിടാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത ജന്മത്തിൽ ഇനി അല്ലേ വേണ്ടേ? Yes, sir. Excuse me. Yes. The painting, the agriculture, No. Over communication of the secret. Come on. Yes. This site, Mone. Yeah. Please come. This site is no entry and green, yellow. The painting of other side and zooming. Okay. The democracy. No, connection with the position. The way. Okay. Sorry, the way. Oh yeah. എക്സ്ക്യൂസ് മീ സർ, Yeah. ദിസ് പെയിന്റ് എവിടെ മറ്റേ വാഷിംഗ്? Okay. ഗ്രാമറിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ നീ അങ്ങ് മറിക്കുമല്ലേ? The citizen of the incapable and connection of the primary No. and yes. Primary sequence of the way yes. of the outside, the connection community of the inside. Okay. Then lost. എന്റെ ബിനിച്ചേട്ടൻ ഇത്രയും വലിയ പണിക്കാരനാവും ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവോ? അന്നേ കെട്ടിയാ മതിയായിരുന്നു. എന്നിട്ട് നീ എന്തെന്നെ കെട്ടാൻ? മണി, പുള്ളിയുടെ കയ്യിൽ മണിയുണ്ട്. അങ്ങനെ. അതാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ. What is the then? അല്ല, then is ഇതെന്നാന്ന്? ഇതെന്നതാ നീ കാണിക്കുന്നേന്ന്? communication. ആരുടെ കമ്മ്യൂണിക്കേഷൻ? എടാ, മറ്റു പണിക്കാർ രണ്ടുപേരും പണി ചെയ്യുന്നത്, നീ എന്നാ പണി ചെയ്യാൻ നിൽക്കുന്നതെന്നാ ചോദിക്കുന്നത്? Communication of the sentence. എല്ലാ കമ്മ്യൂണിക്കേഷൻ നാവിടിച്ചാ കളിക്ക് കേട്ടോ, പണി ചെയ്യാൻ പോയി. മര്യാദക്ക് സംസാരിക്കണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോടാ താനിങ്ങനെ സംസാരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ജോലിക്ക് ഒരു മാന്യത കൊടുക്കണം. എവിടെ എന്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? ദാ നിൽക്കുന്നു. ആര്? ദേ. ഇതോ? ആ. ഇവനാണോ പറഞ്ഞത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? അതേന്ന്, തനിക്കെന്താ ചെവി കേട്ടൂടാ? എന്റെ പണിക്ക് വരുന്ന പണിക്കാരൻ ഡെയിലി 800 രൂപയ്ക്ക് പണിയുന്നത്, ഇവനെങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവും? പോയി പണി ചെയ്യണം. പോയി പണി ചെയ്യണം. Excuse me, the painting, the way. മൊത്തം പൊളിഞ്ഞു നാറ നിൽക്കണം. എക്സ്ക്യൂസ് മീ സർ, ദിസ് പെയിന്റിംഗ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞു തരും. പൊളിഞ്ഞ് ചീറ്റി പോയി. അയ്യോ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നാണുണ്ടോ തനിക്ക്? നീ ഇവിടെ അവിടെ പണിയിടാ. കൊരങ്ങ. ഇത് ചേട്ടനില്ല. നോക്ക്, അവിടെ എത്ര കൊരങ്ങന്മാരാ. ആണോ? ഇങ്ങ് വാ. മോക്ക് ജ്യൂസ്. അയ്യോ, ജ്യൂസ്. ആപ്പിൾ ഉണ്ട്. അയ്യോ. പിന്നെ മോളസിനൊരു കാര്യം അറിയാമോ? എന്താ? കൊരങ്ങന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അയ്യോ, എന്റെ മോളസിന് ഒന്നും അറിഞ്ഞൂടെ? എന്താ ഏട്ടാ? ചേട്ടാ എല്ലാം പറഞ്ഞുതരാമേ. നമ്മൾ ഈ ആപ്പിളോ എന്തെങ്കിലും കുരങ്ങിന് ഇട്ട് കൊടുത്താലേ അത് രണ്ടായിട്ട് തിരിച്ചറിയും. സത്യം? നോക്കിക്കോ, ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടനൊരു ബുദ്ധി. നോക്കിക്കോ, അതാ. വരും. നോക്കിക്കോ. അയ്യോ, ദേ വന്നു. അയ്യോ, ആപ്പിള്. അയ്യോ, ചേട്ടാ, ദാ രണ്ടെണ്ണം വന്നു. അയ്യോ, ഇത് ചിലപ്പോ തിന്ന ഇട്ട് കൊടുത്തോണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്തോണ്ട് തിരിച്ചു വന്നതായിരിക്കും. അല്ലാന്ന്. പിന്നെ എന്തിട്ട് കൊടുത്താലും അത് തിരിച്ചറിയും. കാണിച്ചു തരാം. ഈ മോളസിന്റെ കാര്യം നോക്കിക്കോളേ. മാത്രമൊന്നുമല്ലോ. നോക്കിക്കോ. അയ്യോ, അമ്പടാ. അയ്യോ, വന്നില്ലല്ലോ. ശരിയാ, വന്നില്ലല്ലോ. വരും, എറിയും. ദേ, ഷർട്ട് ഇടാണ്ട് എങ്ങാനും എന്റെ പിന്നാലെ വന്നാ പറഞ്ഞേക്കാം. അല്ല മോളേശ്, അത് കുരങ്ങും മറന്നു. ചേട്ടന് വേറെ ഐഡിയ ഉണ്ട്. എന്തോന്ന്? ഇപ്പൊ നമ്മള് രണ്ടായിട്ടല്ലേ അറിയണത്. ഇപ്പൊ ഒരു ഉടുപ്പല്ലേ കൊടുത്തോളൂ. നമുക്ക് ഈ മുണ്ടും കൂടെ കൊടുക്കാം. അപ്പൊ രണ്ടായിട്ട് തിരിച്ചറിയും. ചേട്ടന്റെ ബുദ്ധി. വരങ്ങ. അമ്പടാ. വന്നില്ലല്ലോ.
ശരിയാ, വന്നില്ലല്ലോ. വരും, തരും. കൂട്ടുതുണി ഇല്ലാതെ എങ്ങാനും നിങ്ങൾ എന്റെ പിന്നാലെ വന്നാ കാണിച്ചു തരാം ഞാൻ. ആണോ ഇല്ലേ മനുഷ്യ? ഞാൻ എല്ലാവരോടും നിങ്ങൾ ബുദ്ധി ഉണ്ടെന്നാ പറഞ്ഞിരിക്കണം, അറിയോ? എനിക്ക് ഉടുപ്പല്ലേ ഇല്ലാതെ ഉള്ളൂ. ആരെയാ തുറന്നു വിട്ടേ? ആരെയാ തുറന്നു വിട്ടേ? ഞങ്ങളാരും ഇല്ല. അല്ല, ഞാൻ കാണാൻ വന്നത്. കാണിച്ചതൊക്കെ മതി, കയറി കൂട്ടി കയറി. അല്ലാതെ ഞാൻ കാണാൻ വന്നതാണ്. എന്തോന്നാ ഇത്? അത് പിന്നെ എന്റെ മനുഷ്യ എങ്ങനെയില്ല കുറങ്ങിട്ട് കൂട്ടി കയറി മുടുമുണ്ട് എടുക്കാൻ നോക്ക് പോയിട്ട്. ഉടുപ്പ് താടാ. ബിനിച്ചേട്ടാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒന്നും അല്ലെങ്കിലും എനിക്ക് ബിനിച്ചേട്ടനെ കെട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ടാണോ നീ എന്നെ തേച്ചിട്ട് പോയത്? അതെ, പോരുന്നോ എന്റെ കൂടെ? ലക്ഷം പിന്നാലെ, ലക്ഷം പിന്നാലെ. അതെ, പെയിന്റിങ് നന്നായിട്ടുണ്ട്. അപ്പൊ നാളെ തന്നെ ഫണ്ട് അങ്ങോട്ട് അനുവദിച്ചേക്കാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. അയ്യോ, എന്റെ പൊന്നു ഞാന് കൂട് പെയിന്റ് ചെയ്തപ്പോ അടയ്ക്കാൻ മറന്നുപോയി. എന്റെ പൊന്നമ്മല്ലേ, രക്ഷപ്പെടാൻ നോക്ക്. മനുഷ്യനെ കരടി വരുമ്പോ നിങ്ങൾ പേടിച്ചോടേണ്ട ഒരു കാര്യമില്ല. കരടി വരുമ്പോ രക്ഷപ്പെടാനുള്ള ബുദ്ധി അറിയില്ലേ? ചത്ത പോലെ കിടന്നാ മതി. കരടി ചത്ത ഒന്നും കഴിക്കത്തില്ല. അപ്പൊ കരടി വരുന്നു, നമ്മൾ ചത്ത പോലെ കമന്ന് കിടക്കുന്നു. കരടി മണത്തട്ട് ചമ്മിയൊക്കെ പൊക്കോളും. അപ്പൊ എല്ലാരും മണത്തട്ട് പൊക്കോ, മണത്തട്ട് പൊക്കോളാൻ. അയ്യോ 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 ദൈവമേ, എംഎൽഎ കൊണ്ട് കരടി പോയി. കൊണ്ടുപോയി. ഒന്ന് പോലീസിനെ വിളി. എന്തോ ചെയ്യാ? അയ്യോ, അപ്പൊ എംഎൽഎ ഇവിടെ എന്ന് പറഞ്ഞ കഥയാ? ആ കഥ കരടിക്ക് അറിയില്ലല്ലോ. അയ്യോ, അപ്പൊ 17 ഉദ്ഘാടനമല്ല, 17-ാം തീയതി എംഎൽഎ ആണ് അനുശോചനം. കോമഡി മാസ്റ്റേഴ്സിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് താര വിളയാട്ടമാണ്. അപ്പൊ ഇന്ന് താര വിളയാട്ടത്തിൽ ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അറിയണ്ടേ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അക്ഷയ് പ്രസാദ്. നമസ്കാരം അക്ഷയ് പ്രസാദ്, എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ നെന്മാറ. നെന്മാറ, ഓക്കെ, സൂപ്പർ. അപ്പം എന്ത് ചെയ്യാ, വർക്ക് ചെയ്യുവാണോ? ഞാൻ ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ റിസർച്ച് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സൂപ്പർ. അപ്പം ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണ്? ലൈവ് വോയിസ് ആണോ? ഞാൻ കുറച്ച് ശാസനയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആരുടെ വോയിസുകൾ എടുക്കുന്നേ? ഞാൻ ആദ്യം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ ഒരു ലൈവ് ഇന്റർവ്യൂ വോയിസ് ചെയ്യും. സൂപ്പർ, കേൾക്കാം അല്ലേ? സംഭവിക്കുന്ന എല്ലാം നല്ലതിന്, സംഭവിച്ച എല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്. ഞാനതിൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്ത് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടവും. അപ്പം ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഗുണമാണ്. നമ്മളൊക്കെ എന്തോരം ഭാഗ്യം ചെയ്ത ആളുകളാണ് അല്ലേ? സൂപ്പർ സൂപ്പർ, ഇഷ്ടപ്പെട്ടല്ലേ? ശരി, അപ്പൊ ഇനി അടുത്ത ആരുടെയാ? ഇനി നമുക്ക് ഹരീഷ് പേരടി സാറുടെ വളരെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് കൈതേരി സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ അതിലൊരു ഡയലോഗ് കേട്ടോക്കാം. കാൽപന്ത് കളി എനക്ക് വലിയ ഇഷ്ട. ഇടത് കാലോട്ട് ഗോളടിക്കണമെങ്കിൽ ആദ്യം വലത് കാലുമ്പോ നിക്കണം. ഇത് കഴിഞ്ഞ് 2 കാലുമ്പോ വീട്ടു പോണച്ച ലെഫ്റ്റ് 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 അല്ല, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. സഹദേവന്റെ മക്കൾ വിദേശത്ത് പോയി പഠിക്കൂ. ഭൂഷ തോപ്പിക്ക ഭൂഷലിടൂ. ഭൂഷന്റെ അച്ഛനാവണം. നീ മേലാക്കന്റെ മുമ്പിൽ ഇതുപോലെ വന്ന് നിന്നല്ലേ പറത്തെ കളയും ഞാൻ. ഇനി ആരുടെ വോയിസ് ആണ് ഇനി നമുക്ക് ഷൈൻ ടോം ചാക്കോന്റെ ഒരു ലൈവ് വോയിസ് ഇന്റർവ്യൂ ആണോ? നമുക്ക് നോക്കാം. ശരി.
അപ്പൊ ഞാനും ആഷിക്കും കമൽ സാറിന്റെ അസിസ്റ്റൻസും ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10-12 വർഷം മുമ്പുള്ള കഥയാണ്, വേണമെങ്കിൽ കേട്ടാൽ മതി. അപ്പൊ ആ സമയത്ത് പോലും ഞാൻ കേൾക്കണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താ, ചേട്ടൻ കേൾക്കണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന്. എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ നോർമലാണോ ചോദിക്കും. താൻ നോർമലാണോ അല്ലെങ്കിൽ ഇക്ക നോർമലാണോ? ആരും നോർമലൊന്നും അല്ല. അടിപൊളി, സൂപ്പർ സൂപ്പർ, ഗംഭീരായിരുന്നു. ഇനി അടുത്ത ആളുടെ വോയിസ് നമുക്ക് കേൾക്കാൻ നമുക്ക് ശശി തരൂർ സാറിന്റെ വോയിസ് ഒന്ന് കേൾക്കാം. ഓക്കെ സൂപ്പർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല പറയുന്നില്ല. ACCയുടെ ഒരു ഇലക്ഷനിൽ മത്സരിച്ചത് കൊണ്ട് യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ MP എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ സുധാകരൻ സാറിന്റെ വോയിസ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. KPCCയുടെ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നൂറുകണക്കിന് വരുന്ന ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയാണ് ഇവിടെ ഇല്ലാണ്ടാക്കിയത്. ഇവരോടൊക്കെ എന്ത് കോംപ്രമൈസാ? ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ്. ഇല്ല, കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നമില്ല. അടിപൊളി, ഓക്കെ, കൊള്ളാം, സൂപ്പർ. ശരി, അപ്പൊ എന്തായാലും ഞാനേ ഇവിടെ ഫുൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പം അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. അതായത് നമ്മുടെ ജാഫർക്ക് ഇങ്ങനെ കറക്റ്റ് ആയിക്കുമ്പോ സൂപ്പർ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു തോന്നുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരിക്കും അപ്പൊ ഇതില്? എനിക്ക് അതിനകത്ത് ഇപ്പൊ നമ്മുടെ KPCC പ്രസിഡന്റ് സുധാകരൻ സാറിന്റെ പറഞ്ഞില്ലേ, കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിനൊക്കെ എപ്പോഴും നമ്മൾ ചർച്ച കേൾക്കുന്നതല്ലേ, പ്രസംഗം കേൾക്കുന്ന ആ ഒരു ശാഖ ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല. അതിനകത്ത് നമ്മുടെ ശശി തരൂർ സാറിന്റെ മുമ്പേ വന്ന് സംസാരിക്കുമ്പോഴേ കൊള്ളാം, സൂപ്പർ. അക്ഷയ് ഉഗ്രനാണ്. അക്ഷയ് ജാഫർക്ക് പറഞ്ഞില്ലേ, കാരണം ചെയ്തതെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള വോയിസുകൾ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, ഒരു ജോലി ചെയ്ത് ഇപ്പോൾ പറഞ്ഞ പോലെ കിട്ടാവുന്ന വേദികളിലെല്ലാം പെർഫോം ചെയ്ത് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ അക്ഷയ് 100-ൽ 100 പ്രസന്റ് ചെയ്തെന്നുണ്ട് കേട്ടോ. അസലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ ശശി തരൂർ സാറിനെ ഒരാൾ അനുകരിക്കുന്നത് കാണുന്നത്. അതൊരു കൊച്ചു ചെറുപ്പക്കാരൻ നിന്നിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം നന്നായിരുന്നു. വിഷ്ണുവിൻ്റെയും ഒക്കെ വളരെ ഭംഗിയായി. അതെ, രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല തീയുള്ള മിമിക്രിക്കാരനാ, അതാണ് വേണ്ടത്. തീയുള്ള മിമിക്രിക്കാരൻ. അക്ഷയ് നന്നായിരുന്നു. അക്ഷയ് ഇപ്പൊ ജോലി തിരക്കേട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിന് സമയം കണ്ടെത്തുക, അതും ബാംഗ്ലൂർ പോലുള്ള ഒരു നഗരത്തിൽ ശരിക്കും നമുക്ക് മലയാള സിനിമയും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ പുതിയ ശബ്ദങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം. ജോലിയോടൊപ്പം തന്നെ കലാരംഗത്തും നല്ല വളർച്ച ഉണ്ടായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ജാഫ്രിക്ക, നമുക്ക് ഒന്നും കൂടെ ഒരു പെർഫോമൻസ് കണ്ട് ഞെട്ടിയാലോ? എന്റെ ഒരു വിശ്വാസമാണ്, എന്റെ ഒരു ഇൻറ്റ്യൂഷനിൽ എനിക്ക് തോന്നുന്നു നമുക്ക് താര തിരുമറി കൊടുത്തു നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പം ഒരു ഓഡിയോ കേൾപ്പിക്കും. ആരുടെ വോയിസിൽ എടുക്കണം എന്നുള്ള ഞാൻ പറയാം. ആദ്യം ഓഡിയോ കേട്ടോ. യെസ്. പൃഥ്വിരാജ്, അനൂപ് മേനോൻ, അതുപോലെ ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ എല്ലാവരും ചേർന്നിട്ട് ഒരു പടം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എത്രയെന്ന് പറയാം. എൽദോ എന്ന് പറഞ്ഞ ശരി, അപ്പൊ എന്തായാലും ഓഡിയോ കേട്ടല്ലോ. ഈ ഓഡിയോ ആരുടെ വോയിസിൽ എടുക്കണം എന്നാണ് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ വന്നു. നമ്മൾക്ക് ശശി തരൂർ സാറിന്റെ വോയിസ് കേൾപ്പിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചൊരു വെറൈറ്റിയാണ് തരാൻ പോകുന്നത്. ഫുഡ് ബ്ലോഗറായ ഫിറോസ് ചുറ്റിപ്പാറ അറിയാലോ. അപ്പൊ ഫിറോസ് ഏട്ടന്റെ വോയിസിലാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ രതീഷ്, ലക്ഷ്മണൻ, കുറച്ച് കുട്ടികളുടെ ഇടാ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മയിൽ ബിരിയാണിന്റെ ബെൽറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ബെൽറ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത്, മനസ്സിലായില്ലേ? എന്താണ് നിങ്ങൾ മൂന്ന് പീസ് ചോദിച്ചു കേട്ടു, കമ്മിയാക്കി ചോദിക്കും. ഇവിടെ എല്ലാവരും കഴിക്കണ്ട, എന്താ കുട്ടികളെ എല്ലാവരും കഴിക്കണ്ടേ? 2 പീസ് ചോദിക്കും. അതെ, നമ്മുടെ ലക്ഷ്മണൻ വിളിക്കും, രതീഷ് വിളിക്കണ്ട നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത താഴെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മളവിടെ വ്യത്യസ്തമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ മയിൽ ബിരിയാണി ഇടാ. ശരി, സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു അല്ലേ? ഇത് കൂടെ ആയപ്പോഴത്തേക്കും ഒരു കളർഫുൾ ആയി. അപ്പൊ എന്തായാലും എനിക്ക് ഒരു ഇൻസിഡന്റ് പറയാനുണ്ട്. ഒരു 13 വർഷം മുമ്പ് കോട്ടയത്ത് നടന്നിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി ചെയ്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ അന്ന് അവിടെ കാണാൻ വേണ്ടി കോട്ടയം നസീർക്ക, നാദർഷിക്ക അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ ഒറ്റ റോയിൽ ഇങ്ങനെ നസീർക്ക, നാദർഷിക്ക, പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഞാനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരെങ്കിൽ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് നാദർഷിക്കയുടെ കയ്യിലങ്ങ് തോണ്ടി, ഇക്ക ഞാനിവിടെ പ്രോഗ്രാം ചെയ്തിരുന്നു, കണ്ടുപോനെ നന്നായിരുന്നു, നമ്മൾ ഇനിയും കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം കൊണ്ട് എത്തിച്ച പോലെയാണ് 13 വർഷങ്ങൾക്ക് ശേഷം. അന്ന് എനിക്ക് പെട്ടെന്ന് ഒന്ന് വരാമോ? അത് നമുക്ക് ഇപ്പൊ അങ്ങ് ഫുൾ കംപ്ലീറ്റ് ആക്കിയേക്കാം. കുറെ നേരം നിങ്ങൾ ഒരുമിച്ച് നിന്നോ.
അക്ഷയ്ക്ക് ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ പരിപാടി കുറിച്ച് ചെറിയ ഷോർട്ട് ബ്രേക്ക് ഇട്ടാ. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, ബ്രേക്ക്. എവിടെ പോയി കിടക്കേടവൻ? എത്ര നേരമായി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു ഉത്തരവാദിത്തം വേണ്ടേ? എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടയർ കൊടുക്കാൻ കാശുണ്ടോ? അപ്പൊ ഇച്ചിരി വെയിറ്റ് ചെയ്യണം. അവൻ സാധനമായിട്ട് വരും. റെഡിയാണോ? ഒരു സാധനം കിട്ടണ്ടേന്ന്. ഒരു താരം നമ്മുടെ ക്യൂ എന്തോ ക്യൂ ആണെന്നറിയാം. 1/2 ലിറ്ററുള്ള മടുപ്പിച്ച്. 1/2 ലിറ്ററാ? എടാ നമ്മ 3 പേരില്ലേ? അരി മേടിക്കാൻ തന്ന പൈസക്ക് ഞാൻ മേടിച്ചോണ്ട് നിനക്ക് മുച്ചോണ കൊണ്ടുവല്ലേ? കൊണ്ട് വെക്ക്, എന്തെങ്കിലും ആവട്ടെ. കിട്ടിയത് എന്തുമാത്രം തെള്ളു കൂടിയിട്ടാ ഇത് സാധനം ഒപ്പിച്ചെന്ന്. ഒഴി വാജിത്താക്കാനേ ഉള്ളൂ. അതെ, നല്ല സ്ഥലമാണല്ലോ. അടിപൊളി സ്ഥലമല്ലേ? കിടാച്ചി സ്ഥലം. ആംബുലൻസാ കേട്ടോ. അല്ല മറ്റേ ആംബിയൻസാ. ആംബിയൻസ് അത് തന്നെ. ഇതേ അവളറിഞ്ഞ പ്രശ്നമാണ്. ഇത് ചാത്തൻ സേവയൊക്കെ ഉള്ള സ്ഥലമാണ്. അവളുടെ മുത്തച്ഛനായിട്ട് എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് അതിനകത്തൊന്നും വിശ്വാസമില്ല. ഇവിടെ എന്തോ പ്രേതം ഉണ്ടെന്നാ, ബാധ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് നൂറ്റാണ്ടി പ്രേതം? എനിക്ക് വിശ്വാസമില്ലല്ലേ. ഇത് അവളുടെ എന്ത് വർത്താനം പറഞ്ഞ ബാധയില്ലെന്നാ? അങ്ങോട്ട് നോക്കി. അയ്യോ, ഇത് ബാധയല്ല, എന്റെ ഭാര്യ രാധ. ഫിഗർ ബാധയാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മദ്യപിക്കരുതെന്ന്. എടീ, കാര്യം ശരി, ഞാനിവിടെ കെട്ടിക്കയറി വന്നവനാണ് എന്ന് കരുതി ഈ കുടുംബത്തെ എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇതെന്റെ ഫ്രണ്ട്സാണ്. എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ മദ്യപിക്കും. അതിനകത്ത് ആരും ഒന്നും പറയാതെ കണ്ട. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മദ്യപിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവിനോട് പറ, ആദ്യം ഓർമ്മ അടിച്ചു കഴിഞ്ഞാൽ അവൻ ആ പാട്ട് പാടും. അതെ, വെളുക്കോളം കുത്തിയിരുന്നു പാടും. എന്റെ രാധ, നീ ഒന്ന് ചുമ്മാ ചുമ്മാരി. ചേച്ചി, മീൻകറിയോ മീൻചാറോ ഉണ്ട്. മീൻകറിയോ മീൻചാറോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? എന്റെ ചേച്ചി കൊണ്ടുവരണ്ട. അടുക്കളയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ പോയി എടുത്തോളാം. ഇവിടെ ഇത് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. ആ ഇരിക്കുന്ന എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമോ? മരമോ? മരത്തിന്റെ അടിയിലിരിക്കുന്ന ചാത്തന. എന്റെ അപ്പൻ അപ്പൂപ്പന്മാര് കാലം മുതല് ചാത്തന സേവിച്ചോണ്ടിരുന്ന ആൾക്കാരാ. അറിയാവോ? അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് മദ്യപിക്കരുതെന്ന്. എന്റെ മുത്തശ്ശൻ ആരാണെന്ന് അറിയാവോ? അല്ല, ചേച്ചിക്ക് അറിയത്തില്ല, പിന്നെ ഞങ്ങൾക്ക് അറിയാം. എനിക്കറിയാം എന്റെ മുത്തശ്ശൻ ആരാന്ന്. എന്റെ മുത്തശ്ശൻ ചാത്തനെ സേവിച്ച ആളാ. അപ്പൊ ഈ ചാത്തനൊക്കെ എന്തോ കഴിക്കാനൊക്കെ കൊടുക്കുന്നത്? അത് ഉണക്കമീനും റമ്മും കൊടുക്കും. അപ്പൊ ചാത്തന ഉണക്കമീൻ കേറ്റാം. നമ്മൾ ലോക്കൽ ഒരു സാധനം മേടിച്ചടിക്കുന്നതാണ് കുഴപ്പം. ചാത്തന്റെ കൂട്ടാണോ നിങ്ങള്? ചാത്തൻ അങ്ങനെ പലതും കഴിക്കും. എന്റെ അപ്പൂപ്പനുണ്ടല്ലോ, ഒരു കുപ്പി കള്ളി വെച്ചിട്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ. നിങ്ങളുടെ അപ്പൂപ്പൻ എന്തും മണ്ടനാണ്. ആ കള്ളു കുടിച്ചിട്ട് ആ ചൊട്ടു കോഴിയെ തിന്നിയല്ലേ വേണ്ടത്. അതെ, അല്ല പറപ്പിച്ച് കളയോ. പഴയ ചുട്ട കോഴിയാ ഇപ്പോഴത്തെ അൽഫാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് മദ്യപിക്കരുത്. ഞങ്ങൾ മദ്യപിക്കുന്നു. നീ ചുമ്മാ ഇരുന്ന് പോയെന്റെ രാധെ. നിങ്ങൾക്ക് അത്രയ്ക്ക് വാശിയാണോ? അതെ, വാശിയാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഒരു ഗ്ലാസ് ചാത്തൻ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ മദ്യപിച്ചു. നിന്റെ ചാച്ചന എന്നെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇത് ഷെയർ ഇട്ട് അടിക്കുന്ന സാധനമാണ്. ഇവളിങ്ങനെയൊക്കെ പറയും. നമുക്ക് അടിക്കടാ സാധനോട്. എന്റെ കാര്യം ആക്രാന്ത് ഒഴിച്ചങ്ങോട്ട് വെച്ചുള്ളല്ലോ. ഇച്ചിരി വെള്ളമെങ്കിലും ഒഴിച്ചടിക്കുക. ഒരു ചീഴ്സെങ്കിലും പറഞ്ഞു. ഞാൻ അടിച്ചിട്ടില്ല. നീയാ? എന്റെ കുഞ്ഞാണ് സത്യം, ഞാൻ അടിച്ചിട്ടില്ലെന്ന്. ഊതിക്കടാ നീ. അവൻ അടിച്ചിട്ടില്ലല്ലോ. എന്നെ എന്താ നോക്കുന്നേ? എടുത്തങ്ങ് വീശി. പിന്നെ ഞാനല്ല, അത് ചാത്തനെടുത്ത് കുടിച്ചതാ. കണ്ടോ? ഇതാ പറയുന്ന ചാത്തനെറിഞ്ഞ കണ്ടോ? എന്ത് ചുമ്മാ കിണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതായിരിക്കും. കിണ്ടി അവിടെ ഇങ്ങോട്ട് പോരാൻ എന്താ? കാറ്റടിച്ചാ കിണ്ടി വീഴുവോ? ഞാനിനി എന്തായാലും ഈ വീട്ടിൽ നിൽക്കുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടാ, എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ ചുമ്മാ മനുഷ്യനെ അർപ്പിക്കാതെ നീ പോകാൻ. ഇപ്പോഴേ പറയുവാ, ചാത്തൻ ഒരു ഗ്ലാസ് ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ കുടിക്ക്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പോയ ഞങ്ങൾക്കറിയാം. എന്നെ വൈകിട്ട് വിളിക്കാൻ പറഞ്ഞേ. കിണ്ടി അത് ആരെടുത്തോണ്ട് പോകും? കിണ്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു പൈസയുള്ള പൈസ. നീ എന്തിനാണ് മൊന്ത അവളോട് കൊണ്ടുപോകാൻ പറഞ്ഞത്? അത് വിറ്റിരുന്ന് നമുക്ക് ഒരു അടി എടുക്കാറില്ലേ? നീ സ്റ്റൗ അല്ലേ ഉണ്ടോ ഉപയോഗിക്കാം? പിന്നെ സ്റ്റൗ വിൽക്കാൻ നടക്കണം. അവിടെ ഒരു കാര്യം ഞാൻ പറയും, ചേച്ചി പറഞ്ഞ കറക്റ്റ്. നമുക്ക് ഇവിടെ നിന്ന് അടിക്കണം. എടാ, അവൾ അങ്ങനെയൊക്കെ പറയും. അതൊന്നും നമ്മള് കാര്യമല്ല. അതല്ല, എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എനിക്ക് താളിയോല ഷെയർ ചെയ്യാൻ വൈകിട്ട് കൊടുക്കാം എന്ന് കരുതി നീ എന്നാ അനാവശ്യം പറയേണ്ട കാര്യമുണ്ടോ? അതല്ല, താളിയോല താളിയോല ഗ്രന്ഥം അവിടെ കടന്ന് കിട്ടിയതാ. 18ാം ഗ്രന്ഥം. അതെന്ന് വെച്ചാ എടാ, ഈ താളിയോല കാണാഞ്ഞിട്ടാ 28 വർഷം മുമ്പ് ഇവളുടെ മുത്തച്ഛന് ഇവിടുന്ന് പിണങ്ങിപ്പോയത്. ഇത്രയും പീസുള്ള ഓല കാണാഞ്ഞിട്ടാ? ഈ 18ാം ഗ്രന്ഥത്തിനകത്ത് ചാത്തനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള മന്ത്രം ഉണ്ടെന്നൊക്കെയാ പറയണത്. പിന്നെ നോക്കടാ, വായിച്ചു നോക്കിയേ. മന്ത്രമൊന്നുമില്ല.
1ാം ക്ലാസ്സിലൊരു പദ്യമുണ്ട്. ചാത്താ ചാത്താ നീ വരുമോ, കള്ളും കോഴിയും തന്നിടാം, കള്ളും കോഴിയും പോരെങ്കിൽ എല്ലും കപ്പയും തന്നിടാം, അയ്യോ ചാത്ത പറ്റിച്ച് എന്റെ കയ്യിൽ ഇതൊന്നുമില്ല. അത് കൊള്ളാം. ഇന്ന് കുന്തം എന്നെ താമസിപ്പിച്ചില്ല എന്ന കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു. ആരാണ് മനസ്സിലായില്ല? ചാത്തൻ. ചാത്തനോ? ചാത്തനല്ല, ചാത്തൻ, കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനാണ്. അതെ അതെ അതെ. അതിന് നിങ്ങൾ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല. നിങ്ങളിപ്പോ മന്ത്രം ചൊല്ലിയില്ലേ? മന്ത്രം ചൊല്ലിയില്ലേ? ഇത് മന്ത്രമില്ല, ഇത് മന്ത്രമായിരുന്നു. ഈ മന്ത്രം ചൊല്ലിയാൽ ചാത്തൻ അവിടെ പ്രത്യക്ഷപ്പെടുത്തണമെന്നാണ്. ആണോ? അതെ അതെ അതെ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. എന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ചാത്തൻ 007. അതെ, ശരിക്കും പേര് കുട്ടിച്ചാത്തൻ അല്ലേ? അതെ അതെ അതെ. അപ്പൊ നിങ്ങളൊരു കുട്ടിയല്ലേ ആവേണ്ടത്? ഇത് നിങ്ങൾ മുതുക്കനായിട്ടിരിക്കാണല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. നമ്മൾ ജനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കുട്ടി, പിന്നെ വച്ചടി വച്ചടി വളരുകയല്ലേ. അങ്ങനെ ഞാൻ ഇപ്പൊ മൂത്ത് പഴുത്ത ഒരു കുട്ടിച്ചാത്തനാണ്. ഈ കഴുത്തേൽ എന്തായി കിടക്കുന്നത്? കഴുത്തേൽ ഇതുപോലെ എന്നെ മന്ത്രം ചൊല്ലി വിളിച്ചവരാണ് ഈ കിടക്കുന്നവരെല്ലാം തന്നെ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ എന്റെ മാലയിലെ മുത്തുമണികളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഏതായാലും വിളിച്ചതല്ലേ. പരിപാടിയാണ് കാണിക്കുന്നത്. നിങ്ങൾ അപ്രത്യക്ഷനായിട്ടിരുന്ന് ഒരെണ്ണം അടിച്ചു. അതെ, ഞങ്ങൾ ഷേവട്ട മേടിച്ചതാണ്, നിങ്ങൾ ഇതിനെങ്ങനെ അടിക്കുന്നത്? എടാ, ഞാൻ രൂപമില്ലാത്ത സമയത്ത് എനിക്ക് എത്ര വേണേലും പഠിക്കാം, എനിക്ക് കേക്കില്ല. പക്ഷെ രൂപമുള്ള സമയത്ത് ഒറ്റ പെക്കിൽ ഞാൻ കീച്ചും, ഞാൻ ഫിറ്റാകും. എന്ത് തെണ്ടിത്തരം? ആ ചക്കൻ വീട്ടിൽ റേഷനരി മേടിക്കാൻ പറ്റിയ സാധനം എടുത്ത് ഒരാരോ ഞങ്ങൾ 3 പേരോട് മേടിച്ചടിച്ചതാ. അത് നിങ്ങൾക്ക് നാണായില്ല മടപടാന്ന് അടിക്കാനായിട്ട്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാധനം കൂടെ മേടിച്ചു തരണം. ഏത് സാധനം? ഒരു സാധനം കൂടെ മേടിച്ചു തരണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ എന്ത് കേൾക്കൂ? നിങ്ങൾ പറഞ്ഞാൽ എന്ത് ഞാൻ കേൾക്കും. പറടാ. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം റെഡിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫുള്ള് തരാം. ഫുള്ളല്ല, ലിറ്റർ. അതാ ലിറ്റർ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. 1.5 ലിറ്റർ. 1.5 ലിറ്റർ. ഇനി മാറ്റമില്ലല്ലോ. ഇല്ല. ഓക്കെ, കണ്ണടച്ചോളൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 1.5 ലിറ്റർ സാധനം ഞാൻ ഇപ്പൊ എടുത്താൻ പോവാണ്. ഓക്കെ, ഈ പുള്ളിക്ക് ശക്തിയൊന്നുമില്ല. എടാ, ഈ പുള്ളി ചുമ്മാ വേഷം കെട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മടപടാന്ന് അടിക്കാൻ വേണ്ടി വന്നു. അടിച്ചതിന്റെ പൈസയും കൊടുത്താ കയറ് വന്നിട്ട് ഇനി പത്താവും. എനിക്ക് ശക്തിയില്ലെന്ന്. എന്നെ പരിഹസിക്കാണല്ലേ? എന്നെ പരീക്ഷിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരിക്കണം. ഇവിടെ സംസാരിക്കുമ്പോൾ വിവരവും ബോധത്തോട് സംസാരിക്കണം. എന്താണ്? ഇന്ന് 1-ാം തീയതി അല്ലേ? ഇന്ന് ബിവറേജും ബാറും ഉണ്ടോ? അതെന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആവശ്യപ്പെടാത്ത ഇന്ന് ബിവറേജ് ഇല്ലാണ്ട് ഈ സാധനം നീ എവിടെ കൊണ്ടു? അത് ഇന്നലെ ഞാൻ മേടിച്ചു വെച്ചാ. എനിക്ക് കുടിക്കണം. അപ്പൊ ഇനി ഞാൻ പോയി ഇന്നലെ പോയി മേടിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇന്നായില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് 1-ാം തീയതിയാണ്. ബിവറേജും ബാറും തുറക്കൂല. പക്ഷെ പട്ടാളക്കാരൻ വേലായുധ ചേട്ടന്റെ വീട്ടിൽ സാധനം ഇരിപ്പുണ്ട്, മിലിറ്ററി. ഞങ്ങള് 3 പേര് ചെന്നാൽ തരൂല പുള്ളി. ഉറപ്പാണോ? ചാത്തൻ പോയി മേടിച്ചോണ്ട് വരണം. നിന്റെ കാലെ കുരുവൊന്നുമില്ലല്ലോ, നിനക്ക് പോയി മേടിച്ചാൽ ഞങ്ങൾ ചെന്നാൽ തരൂലെന്ന്. ഇത്രയും പൊക്കോള ഒരു പട്ടിയുണ്ട് വീട്ടിനകത്ത്. നീ പട്ടിയെ പിടിക്കാനാണോ പോകുന്നത്? അല്ല, സാധനം തരത്തില്ല. നിനക്ക് സാധനം മതിയല്ലോ. എന്റെ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, പട്ടാളക്കാരൻ വേലായുധൻ ചേട്ടൻ. വീം ഭൂം ഭാം ഭൂം. പക്ഷെ ചാത്തൻ സാധനം കേട്ടോ. ചാത്തനാ സാധനം. എന്റെ പേരെന്തുവാണ്? ചാത്തൻ. അല്ല, തമ്പുരാൻ സാധനം കൊണ്ട് ഞാൻ തമ്പുരാനൊന്നുമല്ല, ഞാൻ ചാത്തനാണ്. ചാത്തനോട് ആവശ്യപ്പെടുമ്പോ ചാത്തൻ സാധനം എടുത്തോളൂ. എന്തിന്? ഒരേ നോക്ക് അടിക്കാം. അടിക്കാതെ അടിച്ചാ മതി. വല്ലോ കിട്ടും. എനിക്കൊരു എന്റെ കൊച്ചച്ഛൻ ഹൈവേയുടെ സൈഡിൽ തട്ടുകട നടത്തുന്നുണ്ട്. ഞാൻ വിളിച്ചു പറയാം. അടി 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 അടി. വേണ്ട വേണ്ട, ഞാനത് ഒറ്റോട്ടിക്കോളാ. എനിക്കത് അല്ലാതെ തന്നെ കഴിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കൂടെ ചാത്തൊരു കാര്യം ചെയ്യും. ഒരു പാട്ടൊന്ന് കേൾക്കാൻ ചാത്തന്റെ. എന്താ നീ പറഞ്ഞത്? അല്ല, ഒരു പാട്ട് പാടിയാൽ ഓളമായിരുന്നു. ആ പരിപാടിയൊന്നും നടക്കത്തില്ല.
അതൊന്നും വേണ്ട. നിനക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അത് ഞാൻ സഹായിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഏതാഗ്രഹം സാധിച്ചു തരുമോ? ഏതാഗ്രഹം വേണമെങ്കിൽ ഞാൻ സഹായിച്ചു തരും. അങ്ങനെയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്താണത്? അമേരിക്കയിൽ ഒന്ന് പോണം. നീയോ? എന്തിന്? എന്ത് കാര്യത്തിന്? അവിടെ ഒരു മദാമയായിട്ട് ഡാൻസ് കളിക്കണം, ആ ബീച്ചിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ നിസ്സാരപ്പെട്ട ആഗ്രഹമൊന്നും അല്ലല്ലോ. അമേരിക്കയിൽ ഒന്ന് ചാടിക്കാവോ? പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. വിസ ഇല്ല. നിനക്കെന്തോ ജോലി? ചീട്ടുകളിയും വെള്ളോടി. ഇതാണോ അമേരിക്കയിൽ പോകാനുള്ള യോഗ്യത? ബ്ലഡി ഫോൺ. അല്ല, എങ്ങനെയല്ലേ അവിടെ ഒന്ന് ചാടിക്കാവോ? ആഗ്രഹമല്ലേ? ചാത്തൻ ഇതൊന്നും തിരക്കേണ്ട കേസില്ല. എന്നോട് പറയുന്നു, ഞാൻ ചെയ്തു തരുന്നു. അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ യു ഗോ ടു അമേരിക്ക. അവൻ അമേരിക്കയ്ക്ക് പോയി. അവനിപ്പോ അമേരിക്ക ചെന്ന ഇപ്പൊ മദാമയുടെ ഉല്ലസിക്കുകയായിരിക്കും. ഒരു വാക്കുപോലും പറയാതെ പോയി. എന്തായാലും അവൻ പോയത് നന്നായി. ഞാൻ ഷെയർ എങ്ങനെ കൊടുക്കുന്നു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതെ അളിയോ, ആരാടാ നിന്റെ അളിയൻ? ചാത്തനെ ഏതായാലും അവരെ അമേരിക്കയ്ക്ക് വിട്ടില്ലേ? വിട്ടു. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എന്താണ് നിന്റെ ആഗ്രഹം? എനിക്ക് UK പോകണം. UK-ക്കോ? ഉച്ചക്കടയിലോ? അവിടെ എന്തിനു പോകുന്നു നീ? ഉച്ചക്കടയല്ല, UK, യുണൈറ്റഡ് കിങ്ഡം. വേറെ കിങ്ഡം? എന്റെ ദൈവമേ, ലണ്ടനിൽ ലണ്ടനിൽ പോകുന്നു. അതിനെന്താണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്? ലണ്ടനിൽ നിന്നെ കൊണ്ടുവിടും. എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ പബ്ബിൽ നിന്ന് 2 പെഗ് അടിച്ച് അടിച്ചു പൊളിക്കണം. എടാ, ഇവിടെ ഇഷ്ടം പോലെ സാധനം കിട്ടുന്നല്ലോ, പിന്നെ എന്തിനാണ് നീ അവിടെ പോയി അടിക്കുന്നത്? ഒരു സുഖം ഉണ്ടല്ലോ, അതെനിക്ക് അനുഭവിക്കണം. എന്തായാലും ചാത്തനോട് ആവശ്യപ്പെട്ടാൽ ചാത്തൻ അത് നിരാകരിക്കില്ല. യു ടു ഗോ ടു UK. അയ്യോ, അവര് പോയി. ഓട്രാ. എന്റെ ദൈവമേ, എന്റെ 2 കൂട്ടുകാർ, ഒരുത്തൻ അമേരിക്കയില്, ഒരുത്തൻ UK-ല്, 2 പേരും പോയി. അടിപൊളി. നിനക്ക് നീ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ കുന്തലത്തിലോട്ട് കയറാം. എങ്ങോട്ടൊന്ന് വെച്ച് ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് അങ്ങ് പോയാ മതി. എന്റെ ചാത്ത, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരൻ. നമുക്ക് ഈ നാട്ടും പുറത്ത് ചീട്ട് കളിച്ച് വൈകുന്നേരം ആവുമ്പോ 2 ഒക്കെ അടിച്ച് ഒരു പാട്ടൊക്കെ പാടി ഒന്ന് വാളൊക്കെ വെച്ച്, അപ്പോ ഞാൻ പാട്ട് പാടുമ്പോ കൂടെ പാടാനും ഞാൻ വാള് നോക്കുമ്പോ എന്റെ പുറം തിരുമ്മി തരാനും എനിക്ക് എന്റെ 2 കൂട്ടുകാരൻ അവരെനിക്ക് തിരിച്ചു വേണം. അത്ര ഉള്ള എന്റെ ആഗ്രഹം. എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ ഒരു നാടൻ മനുഷ്യനാണ്, അധികം അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവം മനുഷ്യൻ. പിന്നെ ഓക്കെ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ സാധിക്കട്ടെ. തഥാസ്തു. എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ അമേരിക്കയിൽ ചെന്ന് ഒരു മദാമയായിട്ട് ഡാൻസ് കളിക്കാൻ ഇങ്ങോട്ട് തുടങ്ങുകയും ചാത്തന്റെ വിളി പെട്ടെന്ന് ഞാൻ മദാമയുടെ ഉടുപ്പും പറിച്ചോണ്ട് ഞാനെങ്കിൽ എന്നെ എന്തിനും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഞാൻ അവിടെ അടിച്ചു പൊളിക്കുമല്ലായിരുന്നു. മെനകെട്ട പരിപാടിയാണ് ചാത്ത കാണിച്ചത്. UK പബ്ബിച്ചിട്ട് ഒരു പെഗ് ഇങ്ങനെ അടിക്കാൻ എടുത്തതും എന്നെ പുറയിലേക്ക് വിളിച്ചേക്കത്. എന്ത് കഷ്ടമാതോർത്ത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല. ഇതെല്ലാം നിന്റെ കൂട്ടുകാരന്റെ ആഗ്രഹമാണ്. നിങ്ങൾ 2 പേരും അവന്റെ അടുത്ത് വേണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഞാൻ അത് സാധിച്ചു കൊടുത്തു. അത്രേ. നീയോ നശിച്ച് താറാണക്കല്ല, ഞങ്ങളെങ്കിലും പോയി രക്ഷപ്പെടട്ടാ. ഇപ്പൊ നിനക്കൊക്കെ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇതുപോലത്തെ മെനകെട്ട കൂട്ടുകാരന്മാരുണ്ടായാൽ നീയൊന്നും ഒരു കാലത്ത് ഗതി പിടിക്കത്തില്ല. എടാ, നമ്മുടെ അമേരിക്ക, നമ്മുടെ UK ഒക്കെ ഇത് തന്നെയല്ലേ? ഇവിടെ 2 അടിച്ച് പാടുന്ന സുഖം വേറെ എവിടെ പോയാ കിട്ടൂടാ? അത് ശരിയാണ്. ആട് പാമ്പേ, ആടാട് പാമ്പേ, ആടാട് പാമ്പേ, ആട് പാമ്പേ, ആടാട് പാമ്പേ, കാവില പാമ്പേ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.